ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ അനുകൂലത, ഫേവർ ഓഫ് ഗാഡ്. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു, വിജയത്തിലേക്കുള്ള പാത. മലയാള പരിഭാഷയാണ്. ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേര് ഫേവർ എന്നാണ്. എഴുതിയത് ബോബ് ബ്ലൂസ്. അദ്ദേഹമാണ് ഇംഗ്ലീഷ് പുസ്തകം എഴുതിയത്. അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു, മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തു. ഇന്ത്യൻ പതിപ്പ് പുറത്തിറക്കിയത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG വർഗീസ് അവറുകളാണ്. അതിനാൽ ഇന്ത്യൻ പതിപ്പിൽ കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അവറുകളുടെ കുറേ അനുഭവങ്ങളും ഫേവറിനെ കുറിച്ചുള്ള കുറേ വിശദീകരണങ്ങളും അതുകൂടെ ചേർത്താണ് ഇന്ത്യൻ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. വിജയത്തിലേക്കുള്ള പാത, ഫേവർ. ഇത് വായിക്കേണ്ട പുസ്തകമാണ്. നിങ്ങൾക്കിത് ലഭ്യമാകും തീർച്ചയായിട്ടും. നിങ്ങൾക്കടുത്തുള്ള ഏതെങ്കിലും ക്രിസ്തീയ പുസ്തകശാലയിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനെ ബന്ധപ്പെടുകയാണെങ്കിൽ, IETയെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഫേവറിന് കൃത്യമാകുന്നൊരു പദമില്ല. അതുകൊണ്ട് മലയാളം ബൈബിളിൽ ഫേവർ എന്ന് വരുന്നിടത്ത് കൃപ എന്ന വാക്കാണ് സാധാരണ ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ, അവിടെ ഇംഗ്ലീഷിൽ ഫേവർ എന്നാണ് കാണുവാൻ കഴിയുന്നത്. യജമാനനെ എന്നോട് ഫേവർ ഉണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഫേവറിൻ്റെ ഉള്ളിലാകുന്നു താങ്കൾ. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഫേവറിനെ പുറപ്പെടുവിക്കുന്നു. മലയാളം ഡിക്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ ഫേവറിന് ഇങ്ങനെയാണ് അർത്ഥം എഴുതിയിരിക്കുന്നത്: ഹൃദയപൂർവമായ താല്പര്യം, സൗമനസ്യം, ചായ്വ്, ആനുകൂല്യം, സഹായ സന്നദ്ധത, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഫേവറിന് മലയാളം ഡിക്ഷണറിയിൽ കാണുവാൻ കഴിയുന്നു. അതിലൊരു വാക്ക് ആനുകൂല്യം എന്നുള്ള ആ വാക്ക് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് ദൈവത്തിൻ്റെ അനുകൂലത എന്ന് തലക്കെട്ട് കൊടുത്തത്, ഫേവർ ഓഫ് ഗാഡ്. അല്ലെങ്കിൽ മറ്റൊരു പദം പ്രീതി വാത്സല്യം എന്നൊരു വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ചേർന്ന് വരുമോ എന്ന്, കൃത്യമായി ചേർന്ന് വരുമോ എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുകയില്ല. എങ്കിലും പ്രീതി വാത്സല്യം എന്ന വാക്കും ഇതിനോട് ചേർന്ന് വരാൻ സാധ്യതയുള്ള ഒരു വാക്കാകുന്നു. ആനുകൂല്യം, പ്രീതി വാത്സല്യം, സഹായ സന്നദ്ധത. ദൈവത്തിൻ്റെ അനുകൂലതയുടെ ഉള്ളിൽ നിങ്ങളെ ആക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം ലഭിച്ചവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ അനുകൂലത ലഭ്യമാകും. PG അങ്കിള് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിലെ പെൺകുട്ടി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി കുറച്ചു കാലം മുംബൈയിൽ ജോലി ചെയ്ത പെൺകുട്ടി അധികം താമസിയാതെ അമേരിക്കയിലെത്തി. വളരെ വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണിത്. വേണമെങ്കിൽ ഇത് കഥയായിരിക്കാം. ആധുനികമാകുന്ന ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. പഴയ ആളുകൾക്ക് ഇത് നന്നായി മനസ്സിലാകും. ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ അത്രയധികം മനസ്സിലാകുകയില്ല. ഈ പെൺകുട്ടി കർഷക കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അപ്പന് കാളവണ്ടിയുണ്ട്, അപ്പന് കാർഷിക ഉപകരണങ്ങളുണ്ട്, കൃഷി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം മുംബൈയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. വീണ്ടും അവൾക്ക് അവിടെ നിന്ന് അന്നത്തെ കാലത്ത് വളരെ വർഷങ്ങൾക്ക് മുന്നമേ അമേരിക്കയിൽ പോകുവാൻ അവസരം ലഭിച്ചു. അന്ന് ഫോൺ സൗകര്യമായിട്ടില്ല, ഈ ആധുനികമാകുന്ന ഇൻ്റർനെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല, കത്തുകളാണ്. അവിടെ ചെന്നതിന് ശേഷം അവൾ കത്തുകൾ അയക്കുവാൻ തുടങ്ങി.
ഒരു പ്രാവശ്യം എല്ലാ മാസവും കത്തുകൾ അയക്കും. ചിലപ്പോൾ ആഴ്ചകളിൽ ഒരു മാസം തന്നെ 2 കത്തുകൾ, 2 ആഴ്ച കൂടുമ്പോൾ ഒരു കത്തയക്കും. ആ കത്തുകൾ ലഭിക്കുമ്പോൾ ഒരു കത്തിൽ അവളുടെ അപ്പനോട് പറയുകയാണ്, അപ്പാ നിലം പൂട്ടുവാൻ ഒരു കാളയെ കൂടെ വാങ്ങണം, ഇനിയും വളം വാങ്ങുവാൻ വേണ്ടി ഏത്തവാഴയ്ക്ക് വളം വാങ്ങണം, അതിനുവേണ്ടി ഞാൻ അതിനും പണം അയക്കുകയാണ്, കാളയെ വാങ്ങാനും പണം അയക്കുകയാണ്, പുതിയ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുവാൻ അതിനും ഞാൻ പണം അയക്കുകയാണ്. അങ്ങനെ കത്ത് ലഭിച്ചു. ഈ അപ്പൻ കത്ത് വായിച്ചതിന് ശേഷം അതിനകത്ത് പണമൊന്നും കാണുന്നില്ല. ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ വിചാരിച്ച് ബൈബിളിൻ്റെ ഇടയിൽ വയ്ക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കും എന്ന് കരുതി അദ്ദേഹം അന്ന് ബൈബിളിൻ്റെ ഇടയിൽ വയ്ക്കുകയുണ്ടായി. പിന്നീട് ഓരോ മാസവും ഇങ്ങനെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. പണം അയക്കുന്നു. അപ്പുറത്തെ അയലോക്കത്ത് വിൽക്കാനിട്ടിരിക്കുന്ന 40 സെൻറ്റ് സ്ഥലവും അപ്പ വാങ്ങണം, അതിനുള്ള പൈസയും അയക്കുന്നു. പൈസ വരുന്നില്ല, കത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ വിചാരിച്ചു, കത്ത് വരുന്നു, ഇതിനകത്ത് പൈസയൊന്നുമില്ലല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ബന്ധുവാകുന്ന തൻ്റെ ഭാര്യയുടെ ആങ്ങള ലൂയിസ് ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു, മോള് പോയതിന് ശേഷം അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, കാളയെ വാങ്ങണം, അപ്പുറത്ത് വിൽക്കാൻ കിടക്കുന്ന 40 സെൻറ്റ് സ്ഥലം വാങ്ങണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കത്തയക്കും, പൈസ അയക്കുന്നെന്ന് പറഞ്ഞു. ഇതുവരെയും പൈസയൊന്നും വന്നില്ല. അപ്പോൾ ലൂയിസിന് കുറച്ച് വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് ചെയ്യും, കത്തുകളെല്ലാം എന്ത് ചെയ്യും? ആ കത്തുകൾ കാണിച്ചു. ആ കത്തിൻ്റെ കൂടെ, എല്ലാ കത്തിൻ്റെ കൂടെ ഒരു മഞ്ഞ പേപ്പർ വരുമായിരുന്നു. അതെനിക്കൊന്ന് ബൈബിളിൽ വയ്ക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കും എന്ന് കരുതി ഞാൻ ബൈബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബൈബിളിൽ വെച്ച മഞ്ഞ പേപ്പറുകളെല്ലാം എടുത്തു നോക്കിയപ്പോൾ അതെല്ലാം ചെക്കുകളായിരുന്നു. ആ ചെക്കുകൾ 10,000 കണക്കിന് രൂപയ്ക്കുള്ള ചെക്കുകളായിരുന്നു. ആ ചെക്കുകൾ എന്താണെന്ന് ഈ അപ്പൻ അറിയത്തില്ലായിരുന്നു. ആ ചെക്കുകൾ കേവലം ബൈബിളിൽ പേജുകൾക്കിടയിൽ വയ്ക്കുവാൻ വേണ്ടി, ഇന്നലെ വായിച്ച ഭാഗം അടയാളപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പേപ്പറായിരിക്കുമെന്ന് കരുതിയിരുന്ന ആ അപ്പന് ലൂയിസ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മകൾ അയച്ചു തന്ന ചെക്കുകളാണ്. ബാങ്കിൽ കൊടുത്തിരുന്നുവെങ്കിൽ പണം ലഭിക്കുമായിരുന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ അനേകർ ഇതേപോലെയാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവാകുന്ന യേശുക്രിസ്തു കാൽവറിയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ലഭിക്കാതെ, ദർശനം ലഭിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് അനേകർ പലവിധമാകുന്ന ഞെരുക്കങ്ങളിലും സമ്മർദ്ദങ്ങളിലും തുടരുകയാണ്. പകരം ആ തിരിച്ചറിവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ദൈവ കുടുംബത്തിലാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു, എൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുകൂലതയുണ്ട്. ഫേവർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അനുകൂലത എൻ്റെ മേലുണ്ട് എന്ന് ആ വെളിപ്പാട് ലഭിക്കും. ആ വെളിപ്പാടിൽ തുടർന്ന് ജീവിക്കുവാൻ കഴിയും. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം ഗുണമേന്മയുള്ളതായി തീരും. ഉത്തരം ലഭിക്കാതെ കിടക്കുന്ന പല പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുവാൻ പോകുന്നു. വേഗത്തിൽ മറുപടി ലഭിക്കുവാൻ പോകുന്നു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഫേവർ എന്ന വാക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ്. അവിടെയും മലയാളത്തിൽ കൃപ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പഴയ നിയമത്തിൽ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിലെ ദൈവം ഉപയോഗിച്ച എല്ലാ നേതാക്കന്മാർക്കും ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചിരുന്നു. നോഹയുടെ കാര്യം തന്നെ ശ്രദ്ധിക്കുക. നോഹയെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. ഒരു വലിയ ദൈവ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് നോഹയെ ദൈവം തിരഞ്ഞെടുത്തത്. ആ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഈ പുസ്തകത്തിൽ PG അങ്കിൾ തൻ്റെ ചില അനുഭവങ്ങൾ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG വർഗീസ് അവറുകൾ, PG അങ്കിൾ തൻ്റെ ചില അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ രസാവഹമാകുന്ന, അത്ഭുതകരമാകുന്ന അനുഭവങ്ങളാണ്. ഈ തലമുറയിലുള്ളവരൊക്കെ ഇത് വായിക്കണം. ഒന്നാമത്തെ അനുഭവം, എൻ്റെ ചില അനുഭവങ്ങളെന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ബോബ് ബ്ലൂസ് ഫേവറിനെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ അധ്യായം 1 മുതൽ എഴുതുന്നതിന് മുന്നമേ ആമുഖ ഭാഗത്ത് കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അവറുകൾ ചില അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ചില അനുഭവങ്ങൾ. ഒന്നാമത്തേത്, പിശാച് 7 ഇരട്ടിയായി മടക്കി തന്നു.
1990 ആഗസ്റ്റ് 2 സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചപ്പോൾ കുവൈറ്റിൽ നിന്ന് IT ടീമിന് ലഭിച്ചുകൊണ്ടിരുന്ന ധനസഹായം നിന്നു. സുവിശേഷകർക്ക് സമയത്തിന് സപ്പോർട്ട് നൽകുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം, യുദ്ധം അവിടെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് മിനിസ്ട്രി ശുശ്രൂഷ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിലേക്ക് പോകുകയാണ്. ആ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് അവറുകളും ടീമിലുള്ള നേതൃത്വം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സദൃശ്യവാക്യം 6-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം. തൻ്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം, 7 ഇരട്ടി മടക്കി കൊടുക്കാം. ഈ വചനഭാഗം ലഭിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കള്ളൻ നമ്മുടെ പണം അപഹരിച്ചിരിക്കുന്നു. യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി ദൈവ മക്കൾക്ക് ലഭിക്കേണ്ട നന്മയെ അപഹരിച്ചിരിക്കുന്നു. കള്ളൻ നമ്മുടെ പണം അപഹരിച്ചിരിക്കുന്നു. 4 ലക്ഷം രൂപ മുൻ വർഷത്തേക്കാൾ കുറവാണ് വന്നിരിക്കുന്നത്. വളരുന്ന വേളയിൽ എല്ലാ വർഷവും ധനസഹായം കൂടി വരണം. കള്ളനെ പിടികിട്ടിയാൽ 7 ഇരട്ടി തിരികെ തരണമെന്ന് വേദപുസ്തകം പറയുന്നു. നമ്മുടെ പണം അപഹരിച്ചിരിക്കുന്നത് സദ്ദാം ഹുസൈനോ ഇറാഖോ അല്ല, പിശാചാണ്. അവൻ മോഷ്ടാവാകുന്നു, അവൻ മോഷ്ടിപ്പാനാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ 7 ഇരട്ടി മടക്കി തരിക. അവർ ഒരുമിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൈ കോർത്ത് പിടിച്ച് അവർ വൃത്തത്തിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപഹരിച്ച പണം 7 ഇരട്ടി മടക്കി തരിക. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വലിയൊരു അത്ഭുതം സംഭവിച്ചു. ആമേൻ. ഈ പ്രാർത്ഥന കഴിഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതം നടക്കുവാൻ തുടങ്ങി. ചിലർ എഴുതി, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സഹായം അയക്കുവാൻ കഴിഞ്ഞില്ല, ഇതാ അയക്കുന്നു. ജപ്പാനിൽ എൻ്റെ യോഗങ്ങളിൽ സംബന്ധിച്ച മിഷണറി അവിടെ നിന്ന്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് പെട്ടെന്ന് വെളിപ്പെടുകയാണ്. ഇതൊരു ദൈവത്തിൻ്റെ ഫേവറാണ്. ദൈവത്തിൻ്റെ അനുകൂലതയുടെ ഉള്ളിലായിരിക്കുന്നവർക്ക് അവിടുന്ന് വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു. ഇവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ 7 ഇരട്ടി മടക്കി ലഭിക്കുകയാണ്. മറ്റൊരനുഭവം ഇമിഗ്രേഷൻ ക്ലിയറൻസിനെ കുറിച്ചാണ്. ഒരിക്കൽ PG വർഗീസ് അങ്കിൾ ഫിലിപ്പീൻസിൽ ഒരു കോൺഫറൻസിൽ പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇത് വിശദമായിട്ട് വായിക്കേണ്ടതാണ്. എല്ലാ ഭാഗവും വിശദീകരിക്കുവാൻ സമയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ പറയാം. കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങുക, ഈ പുസ്തകം വായിക്കുക. ഫിലിപ്പീൻസിലൊരു കോൺഫറൻസിന് പോകുവാൻ വേണ്ടി അങ്കിൾ ആഗ്രഹിച്ചു. അങ്ങനെ ചെന്നൈയിലായിരുന്നപ്പോൾ അങ്കിളിന് അവിടെ ഒന്ന് പോകുവാൻ കഴിയാതെ വന്നു. അങ്ങനെ ഡൽഹിയിൽ വരേണ്ടതായിട്ട് വന്നു. ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ യാത്ര ചെയ്യണം. പക്ഷേ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ല. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വാങ്ങിയെങ്കിൽ മാത്രമേ യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഒരു സാധ്യതയുണ്ട്. എയർപോർട്ട് മാനേജർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വളരെ അത്യാവശ്യമായിട്ട് ഇതേപോലെയുള്ള കോൺഫറൻസുകളിൽ പങ്കെടുക്കുവാൻ പോകുന്നവർക്ക് എയർപോർട്ട് മാനേജർക്ക്, അതുമായി ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ആ വ്യക്തിക്ക് എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുക്കുവാൻ കഴിയും. PG അങ്കിൾ ഡൽഹിയിൽ എത്തിച്ചേർന്നു. അവിടെ എയർപോർട്ടിൽ ചെന്നതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം റെഡിയായിരുന്നു. ആപ്ലിക്കേഷൻസുമായിട്ട് അതിൻ്റെ ചുമതലപ്പെട്ട ഓഫീസറിൻ്റെ അരികിൽ ചെന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഇതുപോലൊരു കോൺഫറൻസിന് പോവുകയാണ്. വളരെ തിരക്കിലായിരുന്നു. ചെന്നൈയിൽ നിന്നാണ് വന്നത്. അടുത്ത ദിവസം ഡൽഹിയിൽ പോയി പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇമിഗ്രേഷൻ ക്ലിയറൻസ് വാങ്ങുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യേണ്ടതാണ്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ ആ ഓഫീസറുടെ മുഖം മാറുന്നത് PG അങ്കിൾ ശ്രദ്ധിച്ചു. അദ്ദേഹം ഗൗരവത്തിലായി. അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമല്ലേ, അതിൻ്റെ പ്രസിഡൻ്റല്ലേ, ഇന്ത്യയെ യേശുവിൻ്റെ ഉപദേശം കൊണ്ട് നിറയ്ക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡൻറ്റ്. നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഞാൻ തരില്ല, നിങ്ങളിപ്പോൾ കോൺഫറൻസിന് പോകണ്ട. ആ
ലെറ്റർ ഹെഡും മറ്റും കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഓഫീസർക്ക് ഇഷ്ടക്കേടുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകുന്നില്ല, നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യേണ്ട എന്ന് പി ജി അങ്കിളിനോട് പറയുകയുണ്ടായി. പി ജി അങ്കിൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു. മുഖഭാവത്തിന് യാതൊരു മാറ്റവുമില്ലാതെ വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടെ സൗമ്യതയോടും കൂടെ ആ ഓഫീസറോട് താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട്, നന്ദി സാർ എന്ന് പറഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ തിരികെ വാങ്ങുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ ഓഫീസറുടെ മുഖഭാവം മാറി. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്നോട് നന്ദി പറയുന്നുവോ? നിങ്ങളുടെ മുഖഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ മുഖത്ത് എന്നോടുള്ള വിരോധമോ അമർഷമോ പ്രകടമാകുന്നില്ല. അത്ഭുതകരം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരുവാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അനുകൂലതയുടെ ഉള്ളിൽ അഭിഷക്തനായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നിൽ നിന്ന് പുറപ്പെട്ട പ്രതികരണവും ക്രിസ്തു സമാനതയുമായി യോജിച്ചിരിക്കുന്നതിനാൽ, ക്രൈസ്റ്റ് ലൈക്നെസ്സുമായി യോജിച്ചിരിക്കുന്നതിനാൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. തരില്ല എന്ന് പറഞ്ഞ, ഇമിഗ്രേഷൻ ക്ലിയറൻസ് തരില്ല എന്ന് പറഞ്ഞ അതേ ഓഫീസർ തന്നെ അന്ന് ആ നിമിഷത്തിൽ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുത്തു. ആ രാത്രിയിലുള്ള ഫ്ലൈറ്റിന് ഫിലിപ്പീൻസിലേക്ക് പോയി ആ കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. അത്ഭുതകരമല്ലേ? ആമേൻ. വിശ്വസിക്കുക, നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ ദൈവത്തിൻ്റെ അനുകൂലതയുടെ ഉള്ളിലാകുന്നു. ദൈവത്തിൻ്റെ അനുകൂലത അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. ഫേവർ ഓഫ് ഗാഡ്. അസാധ്യമെന്ന് കരുതുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടുകയാണെങ്കിൽ അസാധ്യം സാധ്യമായി തീരുവാൻ പോകുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു സാധ്യത വെളിപ്പെടും. പെട്ടെന്ന് ഒരു വാതിൽ തുറക്കപ്പെടും. അടഞ്ഞുപോയി, തീർന്നുപോയി, കഴിഞ്ഞുപോയി, ഇനി നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഒരത്ഭുതവാതിൽ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ അനുകൂലതയിലായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, അവിടെ യോസഫിന് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി, ഫേവർ നൽകി. അവിടെയും കൃപ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവന് ഫേവർ നൽകി, യോസഫിന് ഫേവർ ലഭിക്കുകയുണ്ടായി. ഇത് കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ദയ തോന്നത്തക്കവണ്ണം യോസഫിന് ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുമ്പോൾ നമ്മെ എതിർക്കേണ്ട വ്യക്തികൾക്ക് പോലും നമ്മളോടൊരു അനുകൂലത അങ്ങ് തോന്നുകയാണ്. അവർക്ക് നമ്മളോടൊരു സൗമനസ്യമോ ഒരു ചായ്വോ ഒരു സഹായ സന്നദ്ധത ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു മനസ്സോ അവർക്കങ്ങ് അപ്പോൾ ഉണ്ടാകുകയാണ്. അത് ദൈവപരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇവിടെ ഈ തടവറയിൽ ചെല്ലുമ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നൊരു മനുഷ്യനാണ് യോസഫ്. മാത്രമല്ല, ആരാണ്? അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ വീട്ടിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് യോസഫ് ഇപ്പോൾ തടവിലായിരിക്കുന്നത്. താൻ അതിനകത്ത് നിരപരാധിയാണ്. എന്നാൽ ഗുരുതരമാകുന്ന ഒരു തെറ്റിനാണ്, അവരുടെ നിയമം അനുസരിച്ച് വളരെ ഗുരുതരമാകുന്നൊരു തെറ്റിനാണ് താനിപ്പോൾ തടവിലായിരിക്കുന്നത്. ഈ തടവറയിൽ യോസഫായിരിക്കുന്ന സന്ദർഭത്തിൽ കാരാഗ്രഹ പ്രമാണിക്ക് ഇദ്ദേഹത്തോട് യാതൊരു അനുകൂലതയും തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും നികൃഷ്ടമാകുന്ന നിലയിൽ യോസഫിനെ പീഡിപ്പിക്കുവാനുള്ള വളരെ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഇതാ കാരാഗ്രഹത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിലും കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ഫേവർ തോന്നുകയാണ്. അത്ഭുതകരമല്ലേ? മഹാത്ഭുതകരം, മഹാത്ഭുതകരം. യോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ പൊത്തിഫറിന് യോസഫിനോട് അനുകൂലതയുണ്ടാകുന്നു. ഇവിടെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് അനുകൂലതയുണ്ടാകുന്നു. ഇതേപോലെ പഴയ നിയമത്തിലുള്ള ദൈവം ഉപയോഗിച്ച എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ആവർത്തിച്ച് അനുകൂലത വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. പി ജി വർഗീസ് അങ്കിളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം കൂടി 1970-കളുടെ ആരംഭത്തിൽ കട്രയിൽ പി ജി വർഗീസ് അങ്കിൾ മിഷണറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഡൽഹിയിൽ വന്നിട്ട് ജമ്മുവിലേക്ക് ട്രെയിൻ കയറണം. അങ്ങനെ ജമ്മുവിൽ വന്നിട്ട് ജലം എക്സ്പ്രസ്സിനാണ് മുൻപ്
ഉള്ള അറിവനുസരിച്ച് രാത്രി 9 മണിക്കാണ് ജലം എക്സ്പ്രസ് പോകുന്നത്. അപ്പോൾ PG അങ്കിളും തൻ്റെ കൂടെ ഒരു പിഞ്ച് പൈതലുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് 5 മണിക്കാണ്. കാരണം രാത്രി 9 മണിക്കാണ് ജലം എക്സ്പ്രസ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോർട്ടറോട് ചോദിച്ചു, ജലം എക്സ്പ്രസ് എവിടെ, ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, 9 മണിക്ക് തന്നെയാണോ വരുന്നത്? പെട്ടെന്ന് പോർട്ടർ പറഞ്ഞു, സമയം മാറി അറിഞ്ഞില്ലേ സാറേ, 4 മണിക്ക് ജലം എക്സ്പ്രസ് പോയി, ഇപ്പോൾ 5 മണിയായി. എന്തു ചെയ്യും? തണുപ്പുള്ള സമയമാണ്. ഈ കുട്ടിയുമായിട്ട് അന്നത്തെ കാലം ഈ പറയുന്നത് പോലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. 1970-കൾ. ആ സമയത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് കാര്യം മനസ്സിലാകും. എന്തു ചെയ്യും? ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കാൻ ഒക്കുമോ? പെട്ടെന്ന് തൻ്റെ അഭിഷക്തൻ്റെ ഹൃദയത്തിലൊരു ആഴമേറിയ വിശ്വാസം വന്നു. ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥന, ഒരു പ്രഖ്യാപനമാണ്. ഒരു പ്രഖ്യാപനം നടത്തി, പോയ ട്രെയിൻ അതേപോലെ മടങ്ങി വരട്ടെ. ഇത് സാധാരണഗതിയിൽ അസാധ്യമാകുന്നൊരു പ്രാർത്ഥനയാണ്. PG വർഗീസ് അങ്കിൾ ആ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ട് ട്രെയിൻ മടങ്ങി വരട്ടെ, ട്രെയിൻ മടങ്ങി വരട്ടെ. ഇത് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇത് നിങ്ങൾ വിശ്വസിക്കുകയും ഈ തലമുറയിൽ ഇത്തരത്തിലുള്ള തീവ്രമാകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ വേണ്ടി ധൈര്യം കാണിക്കുകയും ചെയ്യണം. PG അങ്കിൾ പറയുകയാണ്, ട്രെയിൻ മടങ്ങി വരട്ടെ. ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ട് ട്രെയിൻ മടങ്ങി വരട്ടെ, പോയ ട്രെയിൻ മടങ്ങി വരട്ടെ. ഒരുപക്ഷെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ പോയ ട്രെയിൻ അതുപോലെ റിവേഴ്സിൽ, എൻജിൻ ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവന്നിട്ടില്ല, എൻജിൻ മുന്നിൽ തന്നെയാണ്, മുന്നിലായിരിക്കുന്ന എൻജിൻ തള്ളിക്കൊണ്ട് ഈ ട്രെയിനിൻ്റെ ബോഗികളെല്ലാം PG അങ്കിൾ നിന്ന പ്ലാറ്റ്ഫോമിലേക്ക് മടങ്ങി വരികയുണ്ടായി. ഈ സംഭവം വിശദമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ ഉള്ള ഈ സംഭവം നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ഞാനതങ്ങ് ചുരുക്കി പറയുകയാണ്. ആ ട്രെയിൻ മടങ്ങി വരികയുണ്ടായി. സംഭവം ചെറിയ കാര്യമാണോ? ചെറിയ സംഭവമാണോ അവിടെ നടന്നത്? അതാ അഭിഷക്തൻ്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഫേവറല്ലേ, ദൈവത്തിൻ്റെ അനുകൂലതയല്ലേ? ദൈവത്തിൻ്റെ അനുകൂലതയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച ഒരു അഭിഷക്തൻ തൻ്റെ അധരം തുറന്ന് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനത്തെ നടപ്പിലാക്കുവാൻ വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങി വരികയുണ്ടായി. എങ്ങനെയാണ് ആ ട്രെയിൻ മടങ്ങി വന്നതിന് ശേഷം എങ്ങനെയാണ് അങ്കിൾ ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്തത്? അതല്ലേ ഈ പുസ്തകത്തിൽ വിജയത്തിലേക്കുള്ള പാത എന്ന പുസ്തകത്തിൽ ബോബ് ബ്ലൂസ് ആൻഡ് PG വർഗീസ് ഈ പുസ്തകത്തിൽ ഇത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 33-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മോശയ്ക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോക എന്നു നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം മോശയോട് പറഞ്ഞ കാര്യം തിരികെ മോശ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് നിന്നോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്, അങ്ങക്ക് എന്നോട് കൃപ ഫേവർ തോന്നിയിരിക്കുന്നു എന്ന്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഫേവറുണ്ട് എന്നുള്ള വെളിപ്പാട് തിരിച്ചറിയുക. നിങ്ങൾ ദൈവത്തിൻ്റെ ഫേവറിൻ്റെ ഉള്ളിലാകുന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ അനുകൂലതയുടെ ഉള്ളിലാണ് താങ്കൾ ആയിരിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ ജീവിതത്തെ വചനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അസാധ്യങ്ങളെ സാധ്യമാക്കുക. വചനം ഉപയോഗിച്ചുകൊണ്ട് വഴികളെ തുറക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ അനുകൂലതയുടെ കീഴിലാകുന്നുവല്ലോ, ഗാഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഫേവറിൻ്റെ കീഴിലാകുന്നുവല്ലോ ഈ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ആ വചനം ഇവർക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു, മോശയ്ക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു, ശമൂവേലിന് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു, ദാവീദിന് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു, മറിയയ്ക്ക് ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ചു. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവരും ആ ഫേവർ അനുഭവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർ, ശരീരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങിൽ നിന്നുള്ള സൗഖ്യം സ്വീകരിക്കട്ടെ. അത് ഈ പ്രിയപ്പെട്ടവരുടെ അവകാശമാകുന്നു എന്നുള്ള ആ വലിയ വെളിപ്പാടിലേക്ക് വന്ന് ഇപ്പോൾ തന്നെ ശാരീരിക സൗഖ്യം സ്വീകരിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എൽബോയിലുള്ള, മുട്ടിലുള്ള, കൈമുട്ടിലുള്ള വേദനകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ നാമത്തിൽ. കൈ ഉയർത്തുവാൻ വയ്യാത്ത നിലയിൽ ഷോൾഡറിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക, സൗഖ്യം സ്വീകരിക്കുക, സൗഖ്യം സ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ. ആർട്ടറികൾ സൗഖ്യമാകട്ടെ, ഹൃദയത്തിൻ്റെ വാൽവുകൾ സൗഖ്യമാകട്ടെ, ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഹൃദയസ്പന്ദനത്തിന് വന്നിരിക്കുന്ന ആ ക്രമത്തിന് വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോയിട്ട് ക്രമത്തിലേക്ക് വരട്ടെ. ആ ഹൃദയസ്പന്ദനം ഓർഡറിലായി തീരട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ പാൽപിറ്റേഷൻ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, രോഗികളുടെ മേൽ അങ്ങയുടെ കരം വരുന്നുവല്ലോ. മാറാ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, കടബാധ്യതകളുടെ നടുവിലായിരിക്കുന്നവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക മണ്ഡലത്തിൽ കർത്താവേ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ. എല്ലാ ഞെരുക്കവും മാറിപ്പോകട്ടെ, ശൂന്യത മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മറിയ എന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. മറിയ, നിന്നെ കർത്താവ് സ്പർശിക്കുന്ന ഈ സമയത്ത് തന്നെ നിനക്ക് വേണ്ടി അത്ഭുതവാതിലുകൾ തുറക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. നിൻ്റെ ജോലിയുടെ ആമേൻ ആ വാതിലുകൾ തുറക്കപ്പെടുകയാണ് യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ അനുകൂലതയുടെ ഉള്ളിൽ അങ്ങയുടെ ജനത്തെ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.